എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും മണി മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ആളുകൾ സ്ഥിരം പറയുന്ന ഒരു വാചകമുണ്ട്. ഈ വീട് എന്ന് പറയുന്ന സങ്കല്പം വലിയ മണ്ടത്തരമാണെന്ന്. അതായത് വീടിന് വേണ്ടി ചെലവഴിക്കുന്ന പണം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടുമെന്നും അത് ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമെന്നുമൊക്കെ വലിയ രീതിയിൽ ഫിലോസഫികൾ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വീടെന്ന് പറയുന്ന സങ്കല്പം അത്രയധികം വലിയ മണ്ടത്തരമാണോ എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാവാം. അത് നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വീടെന്ന് പറയുന്നത് തെറ്റായ ഒരു തീരുമാനമാണോ? നമ്മളിങ്ങനെ ലക്ഷങ്ങളൊക്കെ മുതൽ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വീട് പണിയുമ്പോൾ ആ വീട് നമുക്ക് തിരിച്ചൊന്നും നൽകുന്നില്ല എന്നാണ് പരാതി പറയാറുള്ളത്, അല്ലേ? പക്ഷേ ഞാൻ ആദ്യമേ ഒരു കൺക്ലൂഷനിൽ എത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ട് ആദ്യമേ ഞാനൊരു കൺക്ലൂഷൻ പറയാം. വീട് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് വീട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഏതായാലും ഒരു വീടിൻ്റെ പണിപ്പുരയിലാണ്. സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിക്കുക, അവിടെ സ്വന്തമായിട്ട് മനസ്സിനിണങ്ങിയ മനോഹരമായൊരു കൊച്ചു വീട് പണിയുക എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പേയുള്ള എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഏതായാലും കഴിഞ്ഞ മാസം സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റി. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, വീടിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വീട് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വർഷക്കാലമായിട്ട് ഒരുപാട് റൂമുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ ഫ്ലാറ്റുകളിലും താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ജോലിയുമായി ബന്ധപ്പെട്ട് മാറി മാറി ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യക്ക് വെളിയിൽ, മറ്റ് ഗൾഫ് കൺട്രീസിൽ ഒക്കെ പോയിട്ട് റൂമുകളിലും, കമ്പനി തരുന്ന റൂമുകളിൽ, പിന്നെ നമ്മൾ എടുക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളിൽ, ഫ്ലാറ്റുകളിൽ ഇങ്ങനെ മാറി മാറി ഇപ്പോഴും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു വീട് തരുന്ന സുഖമോ സംതൃപ്തിയോ സന്തോഷമോ ഒരു ഫ്ലാറ്റും ഒരു അപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഒരു റൂമും എനിക്ക് സമ്മാനിച്ചിട്ടില്ല. അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളാണെങ്കിലും കമ്പനി ഫ്രീ ആയിട്ട് തരുന്ന റൂമുകളാണെങ്കിലും അതൊന്നും ഒരു വീട് തരുന്ന സംതൃപ്തിയോളം, ഒരു വീട് തരുന്ന ഒരു സ്വകാര്യത, ഒരു പ്രൈവസിയോളം മറ്റൊന്നിനും നൽകാനാവില്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ സ്വന്തം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പാർട്ട്മെൻറ്റുകളിലല്ല, ഫ്ലാറ്റുകളിലല്ല നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത്. അവനവൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിനിണങ്ങിയ ഒരു വീടും സ്ഥലവും ജീവിതത്തിൽ സ്വന്തമാക്കുക എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ജീവിതം മനോഹരമായ ഒരു യാത്രയാക്കിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ആ ഇഷ്ടങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ വീടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി മനോഹരവും സുന്ദരവുമാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം വീട് അത്രയ്ക്കേറെ പ്രൈവസി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും വീട്ടിൽ നമുക്ക് കിട്ടുന്നൊരു കംഫർട്ടബിൾ അത് മറ്റെവിടെയും കിട്ടില്ല. അതുകൊണ്ട് വീട് എന്ന് പറയുന്ന സങ്കല്പം വളരെ മനോഹരമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഇനി രണ്ടാമത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫ്ലാറ്റുകളിലായാലും അപ്പാർട്ട്മെൻറ്റുകളിലായാലും ഒക്കെ നമ്മൾ താമസിക്കുമ്പോൾ ഒരു ദിവസം അതിൻ്റെ ഓണർ വന്ന് പറയുകയാണ് ഇവിടുന്ന് അടുത്ത മാസം ഇറങ്ങണമെന്ന്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പേറി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്, അല്ലേ? ടിവിയും ഫ്രിഡ്ജും മിക്സിയും സ്റ്റൗവും വാഷിംഗ് മെഷീനും കട്ടിലും കിടക്കയും അങ്ങനെ സകല സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നതൊക്കെ നമുക്കൊരു അടിത്തറയുണ്ടാവണം, അല്ലേ? നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ നാട്ടുകാർ, നമുക്ക് കുറേ സുഹൃത്തുക്കൾ, നമ്മുടെ കുറേ ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു ജീവിതത്തെ സുന്ദരമാക്കുന്ന, ജീവിതത്തിന് കരുത്ത് നൽകുന്ന ഘടകങ്ങളാണ്. ഈ മാറി മാറി
അവിടെയും ഇവിടെയും ഒക്കെ താമസിക്കുന്ന ഒരാൾക്ക് മികച്ച നല്ല ബന്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അപ്പോൾ വീടെന്ന് പറയുന്ന സങ്കല്പം മണ്ടത്തരമാണ് എന്ന് പറയുന്നവരൊക്കെ മറ്റ് പല വശങ്ങളും കൂടി ചിന്തിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട്. മാത്രവുമല്ല, നമുക്കൊരു അഡ്രസ്സ് വേണ്ടേ? സ്വന്തമായിട്ടൊരു അഡ്രസ്സ്. മാറി മാറി പല സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഒരു ഐഡൻറ്റിറ്റി ഉള്ളത്? നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? കുട്ടികളൊക്കെ വളരേണ്ടത് അവർക്ക് നല്ല സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരൊക്കെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അവരുടെ സഹായത്തിനും ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത്. മാറി മാറി പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ മാനസികമായ അറ്റാച്ച്മെൻറ്റുള്ള ബന്ധങ്ങളെ പോലും നമ്മുടെ മക്കൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ സ്വന്തമായൊരു വീട്, സ്വന്തമായൊരു സ്ഥലം എന്നുള്ളതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാൻ നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ, ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും മറ്റ് പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോൾ, ഈ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റുകളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വന്തം വീട് തരുന്ന ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ഫ്രീഡമോ സ്വാതന്ത്ര്യമോ പ്രൈവസിയോ ഒന്നും നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഫ്ലാറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും വാടകയ്ക്ക് വീടെടുത്തിട്ട് നമുക്ക് താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കില്ല എന്ന് തിരിച്ചറിയണം. സ്വന്തമായൊരു സ്ഥലത്ത്, സ്വന്തമായൊരു വീട്ടിൽ അതൊരടിത്തറയാണ്, ജീവിതത്തിൻ്റെ ഒരടിത്തറ. അവിടെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴാണ് കുറേ കൂടി മാനസികമായ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാനാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പലപ്പോഴും ഇതിന് എതിരായിട്ട് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീടിന് നമ്മൾ നൽകുന്നു, അത് നമ്മൾ തിരിച്ചൊന്നും നമ്മൾ ഇങ്ങോട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമുക്കൊന്നും തിരിച്ചു നൽകുന്നില്ല. പക്ഷേ മറ്റെവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒരിക്കലും ലഭിക്കില്ല. നമ്മുടെ വീട്ടിൽ ഒരു നല്ല ചായയൊക്കെ ഉണ്ടാക്കി ഉമ്മറത്ത് വന്നിരുന്ന് നമ്മളൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ സ്വന്തം വീട്ടിൽ. അത് ഒരു ഫ്ലാറ്റിലോ ഒരു അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാടക വീട്ടിലോ നമുക്ക് ലഭിക്കില്ല. അതൊരു ഫീലാണ്. വൈകാരികമായ ചില ഘടകങ്ങൾ കൂടിയുണ്ട് ജീവിതത്തിൻ്റെ ഭംഗിയുമായി ബന്ധപ്പെട്ടിട്ട്. അത് ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വീട് എന്ന് പറയുന്ന സങ്കല്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. നമ്മുടെ ജീവിതത്തിന് കുറെ കൂടി നിറം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ വീട് എന്ന സങ്കല്പത്തിലുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി പണം ചെലവഴിച്ചു എന്ന് കരുതി ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു കൊച്ചു വീടാണ് അവിടെ പണിയേണ്ടത്. നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാടുകൾ മനസ്സിലാക്കി, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, മനോഹരമായ വളരെ പോസിറ്റീവ് വൈബ്രേഷൻ ലഭിക്കുന്ന ഒരു കൊച്ചു വീട് മതി നമുക്ക്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല, എനിക്കൊരു വലിയ വീടുണ്ട് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളതല്ല. മറിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ഒരു മാനസികമായിട്ടുള്ള ഒരു നിർവൃതിയോടുകൂടി നമുക്ക് ഇരിക്കാനുള്ള, കിടന്നുറങ്ങാനുള്ള, ഉണരാനുള്ള മനോഹരമായ ഒരിടമാണ് വീട് എന്ന് പറയുന്ന സങ്കല്പമെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ പണമൊക്കെ ഉണ്ടാക്കാൻ നമുക്കിഷ്ടം പോലെ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ വീടുണ്ടാക്കാനുള്ള പണം നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെങ്കിലും അതുണ്ടാക്കാനുള്ള വഴികൾ നമ്മുടെ ചുറ്റിലുമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അതൊക്കെ വലിയ ബാധ്യതയായി കാണുന്നത്? അതിനുവേണ്ടി ഇറങ്ങണം. പണമുണ്ടാക്കാനുള്ള അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങണം. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നേടാനും ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും ഒക്കെ തന്നെയല്ലേ. അപ്പോൾ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന പണം നഷ്ടമാണെന്ന് പറയരുത്. നമ്മൾ എത്ര പണം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി. അതിലൊരു കാര്യം നമ്മുടെ വീട് എന്ന് പറയുന്ന ലക്ഷ്യമാവട്ടെ. ഇനി കുറച്ച് വൈഡായിട്ടുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീട് വയ്ക്കണം എന്ന് തന്നെ ആവട്ടെ, ഒരു വീട് പണിയണം, വീടില്ലാത്തവരാണെങ്കിൽ വീട് എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും വലിയ ഒരു സ്വപ്നമാണ് എന്നാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ വീട് ഒരു സ്വപ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത്,
മനസ്സിൻ്റെ തീവ്രമായ ആഗ്രഹമായിട്ട് കാണാൻ പറ്റണം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സ്വപ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വളരെ വിദൂരതയിലുള്ള സങ്കല്പങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അത് നടക്കാം, നടക്കാതിരിക്കാം, യാതൊരുവിധ ഉറപ്പുമില്ല. എപ്പോൾ നടക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പേര് നടക്കുന്ന ചില സങ്കല്പങ്ങൾ മാത്രമാണത്. എന്നാൽ ആഗ്രഹങ്ങൾ അങ്ങനെയല്ല. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന വ്യക്തമായ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോഴാണ് അതിനൊരു സമയപരിധി നിശ്ചയിക്കപ്പെടുന്നത്. എനിക്കൊരു വീട് വെക്കണം, 2 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ എനിക്ക് വീട് വെക്കണം എന്നതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അത് സ്വപ്നങ്ങളല്ല. മറിച്ച് എനിക്കൊരു വീട് വെക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ സ്വപ്നങ്ങളാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കുറേ പാടാണ്. കാരണം തീവ്രമായി ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾ ആക്ട് ചെയ്യുന്നത്, അല്ലേ? ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അവിടെയാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. മറിച്ച് സ്വപ്നം കാണുന്നവരോ അതിങ്ങനെ മനസ്സിൻ്റെ ഒരു ആത്മനിർവൃതി പോലെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. ഒരു പക്ഷേ മരണം വരെ അങ്ങനെ കൊണ്ടു നടക്കും. അതുകൊണ്ട് സ്വപ്നം കാണാനല്ല നിങ്ങൾ ആരും പഠിക്കേണ്ടത്, തീവ്രമായി ആഗ്രഹിക്കാനാണ്. അപ്പോഴാണ് ഒരു കാര്യം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ആ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം വീട് എന്ന് പറയുന്ന സങ്കല്പം ഒരു മണ്ടത്തരമായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിറക്കൂട്ടുകളും ചേർത്ത് വയ്ക്കപ്പെടുന്നത്, രൂപപ്പെടുന്നത് വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവനവൻ്റെ മനസ്സിനിണങ്ങിയ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ പോസിറ്റീവായ എനർജി സമ്മാനിക്കുന്ന ഒരു കൊച്ചു വീട് നമുക്കെല്ലാവർക്കും പണിയാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.